ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു ബജിയാണ്. ഒരു നാടൻ വിഭവമാണിത്. നമ്മൾ സാധാരണ പല ബജികളും ഉണ്ടാക്കാറുണ്ട്. ഉള്ളി കൊണ്ടും പച്ചവാഴയ്ക്ക കൊണ്ടും എല്ലാം ബജി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചക്കക്കുരു ഉപയോഗിച്ച് ഒരു ബജിയാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബജിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ബജി. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കക്കുരു ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഇങ്ങനെ വളരെ ഈസിയായി ഈ ചക്കക്കുരു ബജി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ ഇതിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റിയാണ്. ഈ ചക്കക്കുരു കവർ ചെയ്യുന്ന അത്രയും വെള്ളം ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ ചക്കക്കുരുവിനെ വേവിച്ചെടുക്കാം. പ്രഷർ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ ചക്കക്കുരു എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് ഭാഗം ഒന്ന് അരഞ്ഞു പോവുകയും ചെയ്യണം. എന്നാൽ ഇടയ്ക്കിടക്ക് ചക്കക്കുരുവിന്റെ പീസ് ഒന്ന് കടിക്കുകയും വേണം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഇവിടെ 2 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസിനെ ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായി മഞ്ഞൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ മതി. ഇത് അരച്ചു വെച്ചിട്ടുള്ള മഞ്ഞളാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായി പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ് കഴിയുമ്പോഴേക്കും ഈ സവാള എല്ലാം നല്ല സോഫ്റ്റ് ആയി വരണം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭാഗം നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗം ഒന്ന് ക്രഷ് ആയി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് കടലമാവ് ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷെ അരിപ്പൊടി ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഫ്രൈ ചെയ്യുന്നതിന്റെ കുറച്ച് മുൻപ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പുറം ഭാഗമൊക്കെ കുറച്ചൊന്ന് ക്രിസ്പി ആയി വരുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി കൂടെ ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കാതെയും ഉണ്ടാക്കാവുന്നതാണിത്. ഞാൻ ഇതിനു മുൻപ് ചക്കയുടെ പല റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റെസിപ്പികളാണ് എല്ലാം. ചക്ക കട്ട്ലറ്റും ചക്കക്കുരു കട്ട്ലറ്റും ചക്ക ലഡുവും ചക്കക്കുരു ലഡുവും എല്ലാം അതിൽ പെടും. അതുപോലെ തന്നെ ചക്ക ചവണി കൊണ്ടുള്ള മിക്സ്ചർ എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റുള്ള റെസിപ്പികളാണ് എല്ലാം. ഒന്ന് മിക്സ് ആയി വരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്ക വിഭവങ്ങളെല്ലാം കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് വീഡിയോ വിസിറ്റ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് ബജി തയ്യാറാക്കിയെടുക്കാം. മാവ് ഇതുപോലെ എടുക്കാൻ കിട്ടണം. ഒന്നിലും ഇങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്ത് എണ്ണയിലോട്ടിടാം, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് എണ്ണയിലോട്ടിടാം. ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. നമ്മുടെ ബജിയുടെ മിക്സ് ആണിത്. ബജിയുടെ മുകൾ ഭാഗം കുറച്ചൊന്ന് ക്രിസ്പി ആകുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് അരിപ്പൊടി ചേർക്കാണ്. 2 ടേബിൾ സ്പൂൺ മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം. അതായത് 4 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനെ വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കുറേശ്ശെയായി തിളച്ചു വന്നിട്ടുള്ള എണ്ണയിലോട്ട് ഈ മിക്സിനെ കോരി ഒഴിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിടാം. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ടാൽ മതി. ഈ മിക്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും. പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ, അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. നമ്മുടെ ചക്കക്കുരു ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാൻ ഇതിന് ചെറിയ ഉള്ളിവടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുത്ത ബഞ്ചും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് വേണം ഇതിനെ മാറ്റാൻ. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവിനെയും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ബജി തയ്യാറായിട്ടുണ്ട്. ചക്കക്കുരു ഉപയോഗിച്ചുള്ള ഒരു തനി നാടൻ സ്നാക്കാണിത്. ചായയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.